ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ട്രെൻഡിങ് ആയിട്ടുള്ള മറിയ പാസ് ചീസ് കേക്കിന്റെ റെസിപ്പി വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ 9 ഇഞ്ചിന്റെ സ്ക്വയർ മോൾഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് അളവിന് സൈഡിലും മുകളിലോട്ടും ഒക്കെ ഉള്ള ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ടിന്നിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ച് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചും പൊടിക്കാതെ യൂസ് ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം ഒരു ബൗളിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നും ആഡ് ചെയ്ത് 3 തവണ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ എടുക്കുന്ന ബൗളിലൊന്നും ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല. 3 തവണ അരിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ 4 മുട്ടയാണ് വേണ്ടുന്നത്. 4 മുട്ടയുടെ എഗ്ഗും യോക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വൈറ്റിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. അതൊന്ന് ബീറ്റായി ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര ഇത് ഞാൻ 1/4 കപ്പ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതിലേക്ക് മൊത്തം ഇട്ട് നല്ലതുപോലെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല ഒരു സ്റ്റിഫ് പീക്കായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മുട്ട ബീറ്റ് എടുക്കുന്ന ബൗളിലൊന്നും വെള്ളത്തിന്റെ അംശമൊന്നും വരാൻ പാടില്ല. അതുപോലെ തന്നെ വൈറ്റിൽ എഗ്ഗ് യോക്കും പെടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വൈറ്റ് ബീറ്റായി കിട്ടത്തില്ല, സ്റ്റിഫായിട്ട് കിട്ടത്തില്ല. അങ്ങനെ നല്ലതുപോലെ നമ്മളിവിടെ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ടു ഹൈ സ്പീഡിലിട്ടാണ് ഞാൻ അവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമുക്ക് നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് എഗ്ഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ 4 എഗ്ഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് നമ്മൾ നേരത്തെ പൊടിച്ച പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് മുട്ടയുടെ യോക്കും പഞ്ചസാരയും ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/3 കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് ഓവറായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. രണ്ടും കൂടെ ഇത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വിസ്ക് വെച്ച് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സ്പെയ്യ് വേണം മിക്സ് ചെയ്യാൻ. ഞാനിവിടെ സ്പീഡ് കൂട്ടിയേക്കുന്നതുകൊണ്ടാണ് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നത്. നമ്മൾ വീഡിയോയിൽ സ്പീഡ് കൂട്ടിയെന്നേ ഉള്ളൂ. നമ്മൾ പെയ്യാണ് ചെയ്യുന്നത്. അതിന് ശേഷം എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ എഗ്ഗ് വൈറ്റ് ഉണ്ടല്ലോ അത് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിൻ്റെ ആ ഫ്ലഫ്നെസ് താന്നു പോവാതെ ഫോൾഡ് ചെയ്തെടുക്കുക. നേരത്തെ ഫോൾഡ് ചെയ്തെടുത്തത് ഫുള്ളായിട്ട് നമ്മുടെ എഗ്ഗ് വൈറ്റിലേക്ക് മൊത്തത്തിൽ മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് കോള് വന്നതുകൊണ്ട് വീഡിയോ കട്ടായിപ്പോയി. അതിന് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെതഡിൽ എവിടെയെങ്കിലും മിക്സ് ആവാനുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെതഡ് പെതിയെ ചെയ്യുക, സ്പീഡ് ചെയ്യില്ല. ഇത് വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് സ്പീഡായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ ബേക്കിംഗ് ട്രേയിലിട്ട് ഇത് മാറ്റി കൊടുക്കണം. ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലിട്ട് മാറ്റിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കണം. 160 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ്സാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ ഷിഫോൺ കേക്കാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഈ സൈഡിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിയേക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. കണ്ടോ, തൊടുമ്പോഴേ കുഴിഞ്ഞു പോകും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്.
നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, അത് റൂം ടെമ്പറേച്ചറിലുള്ള, ഒരുപാട് അല്ല എന്നാൽ അത്യാവശ്യം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും, 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും, 1/2 കപ്പ് നമ്മുടെ ക്രീം ചീസും കൂടെ ആഡ് ചെയ്ത് ഇത് മൂന്നും കൂടെ ഇത്രയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. പിന്നെ നമ്മൾ പ്രത്യേകം ഇത് കേക്കിലേക്ക് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഇടയ്ക്കൊന്ന് സ്പാച്ചിൽ വെച്ച് സൈഡിലൊക്കെ ഉള്ളത് നീക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒരുപാട് അങ്ങ് സ്റ്റിഫ് പീക്കായിട്ട് കിട്ടത്തില്ല, എന്നാലും അത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ ഇവിടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കി കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസ്. നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ അത് ബേസിലേക്ക് ഞാനിവിടെ ഒരു ബർത്ത്ഡേ കേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് പിന്നെ പൈപ്പിംഗ് ബാഗിൽ ക്രീമാക്കി അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് വെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിനുശേഷം നമ്മൾ ബാക്കി ക്രീമും കൂടെ എല്ലാ പൈപ്പിംഗ് ബാഗിലാക്കി എല്ലാം ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ള് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ചെയ്യുന്ന കേക്കാണേ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചീസ് ഉണ്ടല്ലോ അത് മുകളിലും സൈഡിലായിട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 3-4 മണിക്കൂർ നല്ലതുപോലെ ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കഴിക്കാൻ. നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടി മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നൊക്കെ എഴുതി കൊടുത്ത് നമ്മുടെ കേക്ക് ഇവിടെ ഫൈനൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ.